അങ്ങനെ അടിക്കലും തുടക്കലും കുളിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞാൻ കറി ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കുന്നത് ഉണക്ക മാന്തൽ മുളകിട്ട കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് വാളംപുളി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് സവാള, തക്കാളി, പച്ചമുളകൊക്കെ നന്നായിട്ട് കുരുകുരാന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. രാവിലത്തെ എഗ് റോസ്റ്റിൽ കുറച്ച് റോസ്റ്റും പിന്നെ ഒരു മുട്ടയും ബാക്കിയുണ്ടായിരുന്നു, അതാണ് കേട്ടോ കാണിച്ചത്. ഇനി നമ്മൾ നമ്മുടെ മാന്തൽ മുളകിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി കടുകൊന്ന് പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് സവാളയും തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മീൻ മസാല ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. പിന്നെ പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വാടി കിട്ടണം കേട്ടോ. എനിക്കൊന്ന് ലീവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ റേഷൻ കടയ്ക്ക് പോകാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റേഷൻ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ആട്ട എക്സ്പയറി ഡേറ്റ് കഴിയാനായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. 3 മാസമാണ് എക്സ്പയറി ഡേറ്റ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് യൂസ് ചെയ്യാം. പ്രാവശ്യം കിട്ടിയതും ജൂൺ മാസത്തെ ഒന്നല്ല കേട്ടോ, ഏപ്രിലത്തെ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എങ്കിലും കുഴപ്പമില്ല, 2 മാസത്തെ ഒരു പ്രശ്നമല്ലേ ഉള്ളൂ. 3 മാസം കഴിഞ്ഞ ശേഷം പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൽ എന്തെങ്കിലുമൊക്കെ പുഴുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ അരി ബക്കറ്റിലിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അരി പോകുന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ കൈയോടെ തന്നെ അരി ഒന്ന് അടിച്ചോരിട്ടിട്ടുണ്ടായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ വന്നാൽ കൂടെയൊക്കെ ചവിട്ടി എല്ലായിടത്തും കൂടി അരിയാക്കും. ഇതൊക്കെ കഴിഞ്ഞ് ചോറിക്കറി ഇന്നപ്പോഴത്തേക്കും 2:30-3 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉണക്കമാന്തൽ കറിയും പിന്നെ മാങ്ങ ഉപ്പും മുളക് പൊടി ഇട്ടതും ചെറുപയറും ഉണക്കമാന്തൽ പൊരിച്ചതും ഉള്ളി ചമ്മന്തിയും എല്ലാം പാടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴേക്കും ബൈ.